ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ മേജർ ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് അനൗൺസ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. അക്കൗണ്ട് സസ്പെൻഡഡ്, ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തു. സെർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തതിന്റെ ബേസിസിലാണ് ഈ ഒരു അക്കൗണ്ട് സസ്പെൻഡ് ആയിരിക്കുന്നത്. ജൂലൈ 11 ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ഒഫീഷ്യൽ ടെലിഗ്രാം അനൗൺസ്മെന്റ് ചാനലിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ദ ബ്ലോക്ക് എന്ന് പറയുന്ന ന്യൂയോർക്ക് ബേസ്ഡ് കമ്പനിയുമായിട്ടുള്ള ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ക്രിയേറ്റേഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ആ ഒരു പോസ്റ്റിൽ കൊടുത്തിരുന്നത്. സോ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഒരു വെബ്സൈറ്റിലേക്കാണ്, ദ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്കാണ് റീഡയറക്റ്റ് ആകുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തതും അല്ലെങ്കിൽ ഈ ഒരു മാസം ജൂലൈയിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ എയർ ഡ്രോപ്പ് ഉണ്ടായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ്ലി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, the founders also said that after the first airdrop slated for this month. ഇപ്പൊ പറയാണ്, ഫൗണ്ടേഴ്സ് ഓൾറെഡി മെൻഷൻ ചെയ്തതായിട്ട് ഈ ഒരു മാസം തന്നെ ഫസ്റ്റ് എയർ ഡ്രോപ്പ് ഉണ്ടായിരിക്കും. സോ വി ക്യാൻ കൺഫേം ദാറ്റ്, നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാസം ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ എയർ ഡ്രോപ്പ് ഉണ്ടായിരിക്കും. ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. പക്ഷേ ഇതിന്റെ പുറകെ ഒരു ബാഡ് ന്യൂസ് ഇവിടെ വരുന്നുണ്ട്. അതെന്താന്നുള്ള കാര്യം നോക്കാം. ഇനി രണ്ടാമത്തെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് ഗെയിം ഈ ഒരു എയർ ഡ്രോപ്പോടുകൂടെ എൻഡ് ആവുകയല്ല ചെയ്യുന്നത്. ദേ ആർ പ്ലാനിങ് ഫോർ ലോങ് ടൈം. അതായത് വിത്തിൻ 2 years സെക്കൻഡ് ഒരു എയർ ഡ്രോപ്പോട് വരുന്ന രീതിയിലാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ക്രിയേറ്റേഴ്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു അവർക്ക് ഒരു കണ്ടിന്യൂ ചെയ്ത് പോകട്ടെ, ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് അത് അവർക്ക് ഡ്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഗെയിം മിനി ആപ്ലിക്കേഷൻ ആയിട്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റ് കളിച്ചു പോകാം. ബട്ട് അതിന്റെ കൂടെ തന്നെ ഒരു എയർ ഡ്രോപ്പ്, അനദർ എയർ ഡ്രോപ്പ് വിൽ ബി പ്രൊവൈഡഡ് വിത്തിൻ 2 years എന്ന രീതിയിലാണ് ഇവരിതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവര് വളരെ കാഷ്വൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 2013 ഇതിന്റെ ടീം വരുന്നത്. അപ്പൊ അത്ര എക്സ്പീരിയൻസ്ഡ് 11 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉള്ള ക്രിപ്റ്റോ വേൾഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ അല്ലെ ബിഹൈൻഡിലുള്ളത് എന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ. ദെൻ തേർഡ് തിങ് എന്ന് പറയുന്നത്, നോട്ട് കോയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇവർ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഗെയിം റിലീസ് ചെയ്തിരിക്കുന്നത് എന്നവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്, കുറെ അക്കൗണ്ട് ബാൻ ആവാനുള്ള പോസിബിലിറ്റീസ് വെരി ഹൈ വിത്തിൻ ദിസ് മന്ത്. ഈ ഒരു മാസം എയർ ഡ്രോപ്പ് വരുന്നതിന് മുമ്പായിട്ട് ഒരുപാട് അക്കൗണ്ട്സ് ബാൻ ആവും. വിച്ച് മീൻസ് അവർ പറയുന്നുണ്ട്, നോട്ട് കോയിൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവര് നോട്ട് കോയിൻ 20% ഓഫ് ദ ബോട്ട് അക്കൗണ്ട്സ് ബാൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. വി ആർ പ്ലാനിങ് ഫോർ സിമിലർ എന്നാണ് അവർ ഇതിനകത്ത് പറയുന്നത്. അതായത് ഇനാക്റ്റീവ് ആയിട്ട് വരുന്ന അക്കൗണ്ടുകളൊക്കെ ആയിരിക്കും ബാൻ ചെയ്ത് കളയുന്നത്, അല്ലെ സസ്പെൻഡ് ചെയ്ത് കളയാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം. സെക്കൻഡ് ആൻഡ് വെരി ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്, ഫ്രം ഡീലിംഗ് വിത്ത് ബോട്ട്സ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ടീം ഓൾസോ ദർ ആർ നോ പ്ലാൻ ടു പ്രിവെന്റ് യൂസേഴ്സ് ഫ്രം പ്ലേയിങ് ഓൺ മൾട്ടിപ്പിൾ ഡിവൈസ്. അതായത് ഇതിന് വേറൊരു വശോടെ ഉണ്ട്. ഒരു ഗുഡ് സൈഡ് ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, എന്റെ ഈ ഒരു ഫോണിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, എന്റെ വേറൊരു ഫോണിൽ വേറൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഐ ആം ഓക്കെ, എനിക്കൊരു വിഷയം ഉണ്ടാകത്തില്ല. എന്റെ ഈ ഒരു ഫോണിൽ 2 അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഒരേ ഡിവൈസ് ഐഡിയിൽ നിന്ന് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ ടേക്ക് കെയർ ചെയ്യും എന്നുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക. ഇത്ര പറയാൻ ഇപ്പൊ പറ്റത്തുള്ളൂ. കാരണം അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സിംഗിൾ ഡിവൈസിൽ മൾട്ടിപ്പിൾ ഡിവൈസസിൽ ഓരോ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സിംഗിൾ ഡിവൈസസിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ആകും എന്നുള്ള രീതിയിലാണ് അവരിതിനെ പറഞ്ഞിരിക്കുന്നത്. സോ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. എന്താണേലും ജൂലൈയിൽ കൺഫേം ആയിട്ടും എയർ ഡ്രോപ്പ് എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരിക്കും. സോ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്.